ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ICT ലേണിംഗ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. എന്താണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ദ പവർ ഓഫ് 3. അപ്പോൾ AMD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ICTയിൽ വളരെ പവർഫുള്ളായിട്ടൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ICTയിൽ, അതായത് AMD ഉപയോഗിച്ച് നമ്മൾ ട്രേഡ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒന്നിലധികം, അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് കൺഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്ന കൺസെപ്റ്റുകൾ വെച്ച് ഒന്നിലധികം കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ആ രീതിയിലുള്ള എൻട്രിയൊക്കെ നമുക്ക് എടുക്കാം. അതെങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്താണ് AMD അഥവാ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് എന്താണ് ഫസ്റ്റ് AMD എന്നറിയണം, അല്ലെങ്കിൽ പവർ ഓഫ് 3 എന്താണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നുമില്ല, പവർ ഓഫ് 3 എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ്. ഓക്കെ, ദാറ്റ്സ് ബ്രേക്ക് ഡൗൺ പ്രൈസ് ആക്ഷൻ ഓൺ ദാറ്റ് ചാർട്ട് ഇൻ ടു 3 മേജർ ഫേസസ്: അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. എന്ന് വെച്ചാൽ ഈ AMD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് 3 ഫേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ അക്യുമുലേഷൻ, സെക്കൻഡ് വൺ മാനിപ്പുലേഷൻ ആൻഡ് തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ചുമ്മാ ഒരു എൻട്രി നമ്മൾ നോക്കുമ്പം അവിടെ വെറുതെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു അക്യുമുലേഷനും മാനിപ്പുലേഷനും ഉണ്ടായിട്ട് കാര്യമില്ല. അക്യുമുലേഷനും മാനിപ്പുലേഷനും പലയിടത്തായിട്ട് സംഭവിക്കും, പക്ഷേ ഡിസ്ട്രിബ്യൂഷനും സംഭവിക്കണം അതിനനുസരിച്ച്. ഓക്കെ, അതായത് ഈ ഒരു 3 കാര്യം കൂടി എങ്ങനെ ക്ലിയറായിട്ട് വരുന്നു, അതെങ്ങനെ നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഓരോ കാര്യത്തിനും കണ്ടിന്യൂവേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അക്യുമുലേഷൻ്റെ കണ്ടിന്യൂവേഷൻ അവസാനിക്കുന്നത് മാനിപ്പുലേഷൻ സംഭവിക്കുമ്പോഴാണ്. ഓക്കെ, മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴാണ്, അതായത് മാനിപ്പുലേഷൻ ക്ലോസ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, അപ്പം അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ക്ലിയറായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ലോജിക്ക് കൂടി ഉപയോഗിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പവർ ഓഫ് 3, അതുപോലെ തന്നെ പവർ ഓഫ് 3, ഹൗ ടു ഐഡൻറ്റിഫൈ ദ പവർ ഓഫ് 3 ഓൺ ദ ചാർട്ട്, അതുപോലെ തന്നെ ആ ഒരു റൂൾസും ടിപ്സും, എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ട്രേഡ്സ് എടുക്കാനുള്ള ആ ഒരു റൂളും ടിപ്പും, അതായത് പവർ ഓഫ് 3 ഉപയോഗിച്ച്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിയൽ ചാർട്ട് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാം. നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ കാണുന്ന ഈ ഒരു കാര്യം കണ്ടോ, അതായത് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ്, ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഫേസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്യുമുലേഷൻ ക്ലോസ് ആകുമ്പോൾ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യും, മാനിപ്പുലേഷൻ ക്ലോസ് ആകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ വരുന്നു എന്ന് അറിയേണ്ട കാര്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെയാണ്, ഫസ്റ്റ് വൺ അക്യുമുലേഷൻ എന്താണെന്ന് നോക്കാം. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ മുകളിലും താഴെയും, അതായത് ഒരു റെസിസ്റ്റൻസും കാണാം, ഒരു സപ്പോർട്ടും കാണാം, അതിനിടയിൽ മാർക്കറ്റ് റേഞ്ചായിട്ട് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ ബേസിക് തൊട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഈ ഒരു നമുക്കറിയാം, ഒരു സപ്പോർട്ടിനും അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിനും താഴെ മുകളിലുമായിട്ട് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം. അതായത് അക്യുമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫേസിൽ മാർക്കറ്റ് ഭൂരിഭാഗവും റേഞ്ചിങ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു റേഞ്ചിങ് മാർക്കറ്റിന് മുകളിലും താഴെയുമായിട്ട് എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അതായത് നെക്സ്റ്റ് വൺ അക്യുമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പം ഏകദേശം ഇതുപോലിരിക്കും. ഇതൊരു അക്യുമുലേഷൻ ഫേസ് ആണ്. ഓക്കെ, എന്താണ് ഒരു അക്യുമുലേഷൻ ഫേസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ലോവർ ടൈം ഫ്രെയിമിൽ നിന്നും ഹയർ ടൈം ഫ്രെയിമിലോട്ടോ, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ടോ മാറ്റിയാൽ നമുക്ക് ക്ലിയറായിട്ട് അറിയാം. ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും താഴെയായിട്ട് എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഔട്ട് എന്താണെന്ന് നമ്മൾ അറിയണം. അതറിഞ്ഞിട്ട് നമ്മൾ മാനിപ്പുലേഷൻ നോക്കിയാൽ മതി. അതായത് ക്ലിയർ ലോജിക്ക് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയറായിട്ട് ലോജിക്ക് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു അക്യുമുലേഷൻ, ഓക്കെ, ഈ ഒരു അക്യുമുലേഷൻ ഫേസിൽ നമുക്കറിയാം, അല്ലെങ്കിൽ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ്, അതിനകത്ത് കിടന്ന് മാർക്കറ്റിനൊരു കളി.
ഓക്കെ, അതായത് ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, ദെൻ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ബയേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, ബയേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അതായത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം ഭൂരിഭാഗം പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ്സ് എടുക്കുന്നവരാണെങ്കിൽ മാർക്കറ്റ് വന്ന് റീടാപ്പ് ചെയ്യുമ്പോൾ, അതായത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സപ്പോർട്ട് ടേൺഡ് റെസിസ്റ്റൻസ്, അതായത് മാർക്കറ്റ് ഇവിടെ റിവേഴ്സലായി. എന്നാൽ മാർക്കറ്റ് റിവേഴ്സ് ആകാത്ത സന്ദർഭങ്ങളുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭൂരിഭാഗം ട്രേഡേഴ്സ് ഈ ഒരു സപ്പോർട്ടിൽ എൻട്രി എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നു. ഓക്കെ, അതായത് ഈ ഒരു സപ്പോർട്ടിൽ എൻട്രി എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. ദെൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആവുമ്പോൾ അവിടെ ഷോർട്ട് എൻട്രി എടുത്ത്, അതായത് സെൽ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നവരുണ്ട്. ഈ ഒരു പ്രൈസ് ആക്ഷൻ, അതായത് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ക്ലിയർ ആയിട്ട് ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ തന്ന് റിവേഴ്സലാവും. ഓക്കെ, എന്നാൽ ഇത് ക്ലിയർ ആയിട്ട് മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഞാൻ പറയാം ജസ്റ്റ് ആ ഒരു ലോജിക്ക് ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയില്ലെങ്കിൽ, അതായത് ഈ ഒരു കാര്യം, ഈ ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്ക്, അതുപോലെ തന്നെ റീടെസ്റ്റ്, ആ ഒരു റിജക്ഷൻ, ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയറായിട്ട്, ആ ഒരു പ്രൈസ് ആക്ഷൻ ക്ലിയറായിട്ട് സംഭവിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു സ്വീപ്പിംഗ് ലിക്വിഡിറ്റി, ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡ്യൂസിങ് സെല്ലേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആ ഒരു സപ്പോർട്ട്. ഓക്കെ, ആ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. അത് എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇവിടുത്തെ ഈ ഒരു ബയേഴ്സ്, സെല്ലേഴ്സ്, ഓക്കെ, ഈ ഒരു ബയേഴ്സും അതുപോലെ തന്നെ റീടെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ആ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്ന ആ ഒരു സെല്ലേഴ്സ് ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംഭവിച്ചില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് പമ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നമ്മളെന്ത് പറയുന്നു, ഇതിനെ ഒരു ഫേക്ക് ഔട്ട് എന്ന് പറയുന്നു. അപ്പം കാര്യങ്ങൾ ക്ലിയറായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതായത് സപ്പോർട്ടിൽ ബയേഴ്സ് ആക്ട് ചെയ്യുന്നു, ദെൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പോൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് ആക്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഈ ഒരു കാര്യം ക്ലിയറായിട്ട് സംഭവിച്ചില്ലെങ്കിൽ എന്താണ്, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ ടേക്ക് ചെയ്ത്, ഓക്കെ, അതായത് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് അതൊരു ഫേക്ക് ഔട്ട് ആവുന്നു. ഫേക്ക് ഔട്ട് ആയിട്ട് ആ ഈ ഒരു സപ്പോർട്ട്, ഓക്കെ, അതായത് ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് പറയാം അതൊരു മാനിപ്പുലേഷൻ ഫേസ് ആയിരുന്നു. ഓക്കെ, അതായത് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇവിടെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് കിട്ടി. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ് അക്യുമുലേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നടന്നിട്ടില്ല. കാര്യം എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇവിടെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് ക്ലീനായിട്ട് മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ ഒരു പമ്പിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് സ്മാർട്ട് മണിയാണ്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് പമ്പ് ചെയ്ത് പോകുന്നു. അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്താണ് അക്യുമുലേഷൻ, എന്താണ് മാനിപ്പുലേഷൻ, അതുപോലെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു ബിയറിഷ് സിനാരിയോ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിന്നും മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ബിഗിനർ ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ക്ലീൻ പ്രൈസ് ആക്ഷൻ, ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കുള്ളവരും ഒരു റീടാപ്പിൽ എൻട്രി എടുക്കുന്നവരായിരിക്കും, റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരായിരിക്കും. എന്നാൽ അത് സംഭവിക്കാണ്ട് അതൊരു ഫെയിൽഡ് ബ്രേക്ക് ഔട്ട് ആവുന്നു. ഓക്കെ, അതൊരു ഫേക്ക് ഔട്ട് ആവുന്നു. അങ്ങനെ ഒരു ഫേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ട് എന്താണ് നടന്നത് എന്ന് വെച്ചാൽ ഒരു അക്യുമുലേഷൻ നടന്നു, അവിടെ ഒരു മാനിപ്പുലേഷൻ ഫേസ് നടന്നു, ദെൻ എന്ത് നടന്നു, അവിടെ ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കാം. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഉണ്ട്. എങ്ങനെ എൻട്രി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞു അക്യുമുലേഷൻ, ദെൻ ഈ ഒരു ഫേസ് മാനിപ്പുലേഷൻ, ദെൻ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെ എൻട്രി എടുക്കും എന്ന് വെച്ചാൽ ഇപ്പം ബിയറിഷ് സിനാരിയോയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നിടത്ത് നമുക്കൊരു താഴോട്ടൊരു
വെക്കാം. ഓക്കെ, അതായത് ഇതാണ് നമ്മളുടെ ഒരു റഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പമ്പ് ചെയ്യില്ല. ഓക്കെ, അതായത് ബിയറിഷ് സിനാരിയോയിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യത്തില്ല. അവിടെ നടന്നിട്ടുള്ളത് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങുകയാണ്. അപ്പോൾ ക്ലിയറായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ ക്ലിയറായിട്ട് എൻട്രി കിട്ടാം, ലോസസ് ഒഴിവാക്കാം. അതായത് ഭൂരിഭാഗം ട്രേഡേഴ്സിന് സംഭവിക്കുന്നൊരു കാര്യമാണ് എന്ത്, ഈ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ഇവിടെ വന്നാലും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് ആക്ട് ചെയ്തില്ല. മാർക്കറ്റ് ആക്ട് ചെയ്യാൻ മാർക്കറ്റിന് താഴോട്ട് കുറേ പ്രൈസുകളുണ്ട്, കുറേ പ്രൈസ് റേഞ്ചുകളുണ്ട് കാണും. ഓക്കെ, അത് നമ്മൾ വാച്ച് ചെയ്യുക, അവിടെ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലിയർ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങിയാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിയിലാണ് നമ്മളൊരു ബിയറിഷ് സിനാരിയോയിൽ നമ്മൾ എൻട്രി നോക്കുന്നത്. ഓക്കെ, ദെൻ പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ ഒരു ഫെയിൽഡ് ബ്രേക്കൗട്ട്, അതായത് മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഈ ഒരു ക്യാൻഡലിന് താഴെയാണ് നമ്മളെ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി മിസ്സായി. അങ്ങനെ എൻട്രി മിസ്സാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലും നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പം ബുള്ളിഷ് സിനാരിയോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ബിയറിഷ് സിനാരിയോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ. അപ്പം ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി, ഫെയിൽഡ് ബ്രേക്കൗട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഈ കാര്യങ്ങൾ ഇത്രയും നോക്കാണ്ട് നമ്മളിപ്പം ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ എന്ന് നമ്മൾ മാത്രം ചിന്തിച്ചിരുന്നാൽ നമുക്ക് ലോസുകളായിരിക്കും കൂടുതൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ രീതിയിൽ മാർക്കറ്റിനെ നോക്കി കാണുകയാണെങ്കിൽ കറക്റ്റ് പ്രൈസിലോട്ട് നമുക്ക് എൻട്രി കിട്ടും. അതായത് ഇനിയും AMD കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ബിയറിഷ് സിനാരിയോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ഈ അക്യുമുലേഷൻ, ദെൻ മാനിപ്പുലേഷൻ, മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ താഴോട്ട് തരുന്നു. ഓക്കെ, ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളുടെ ആ ഒരു എൻട്രി ഏരിയ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓപ്പൺ, ഹൈ കാണാം, അതുപോലെ തന്നെ ലോ കാണാം, ക്ലോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നമ്മൾ എങ്ങനെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാം. നമ്മൾ എങ്ങനെ അവിടെ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ ഒരു ക്യാൻഡിൽ നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് എടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാം. അതായത് ഈ ഒരു ഹൈ നമുക്കിവിടെ കാണാം. ഓക്കെ, ഈ ഒരു മാനിപ്പുലേഷൻ ഫേസിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ ഓപ്പൺ തൊട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഏകദേശം നമ്മളുടെ ഒരു ടാർജറ്റാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്കിവിടെ ക്ലോസ് കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ലോയും കാണാം. അപ്പോൾ ഈ രീതിയിലൊക്കെ മാർക്കറ്റിനെ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. പ്രോഫിറ്റ് കിട്ടിയാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് പാതി വഴിക്ക് നിൽക്കും. ഓക്കെ, അത് പാതി വഴിക്ക് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ലോസ് അടിച്ച് വാഷ് ഔട്ടായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു ഇത്രയും കാര്യം നിങ്ങൾക്ക് ചാർട്ടിൽ എങ്ങനെ കാണിച്ചു തരാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒന്ന് ചാർട്ടിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് അക്യുമുലേഷൻ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതുപോലുള്ളൊരു റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഒരു 2 തവണ ടാപ്പ് ചെയ്തിട്ട് താഴോട്ടിറങ്ങി. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു 2 തവണ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. ഇതിന് താഴെയും മുകളിലുമായിട്ട് എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, അഥവാ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഇനി നമ്മളൊരു മാനിപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് ബുള്ളിഷ് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് കയറി മുകളിലോട്ട് പോകണം. ഓക്കെ, അവിടെയാണ് നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് കിട്ടുന്നത്. ഇനി ബിയറിഷ് സിനാരിയോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി പോകണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയപ്പോൾ
നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു മാനിപ്പുലേഷൻ ഫേസ് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ അക്യുമുലേഷനായി, മാനിപ്പുലേഷനായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു കൺസോൾട്രേഷൻ റേഞ്ച് നമുക്ക് അക്യുമുലേഷനായിട്ടും ദെൻ ഈ ഒരു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആ ഒരു റിജക്ഷൻ ഒന്നും തരാത്തതുകൊണ്ടും നമുക്ക് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയത് കൊണ്ടും ഈ ഒരു റേഞ്ച് മാനിപ്പുലേഷനായിട്ടും എടുക്കാം. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻട്രി. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലോസിങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ എൻട്രി പുഷ് ചെയ്യും. നെക്സ്റ്റ് മാർക്കറ്റ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ തരും. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ നമുക്ക് എന്തെടുക്കാം, ആ ഒരു ടാർഗറ്റ് എടുക്കാം. അതിനെ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായി. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു AMD കൺസെപ്റ്റ് നമ്മുടെ SMC കൺസെപ്റ്റുമായിട്ട് കുറച്ചുകൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. നമ്മളെടുക്കുന്ന എൻട്രിയിൽ നമ്മൾ അത്രയും കോൺഫിഡൻസും ആയിരിക്കും. അപ്പം ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം ഒരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈയിലാണ് മാർക്കറ്റ് ഈ ഒരു മാനിപ്പുലേഷൻ റേഞ്ച് നടന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആണ്. മാർക്കറ്റ് എന്താണ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ AMD ആയി ഒരു സപ്ലൈ റേഞ്ച് ഉണ്ട് അതിന് മുകളിലായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇസ് എ മോർ ബെറ്റർ ടു വിൻ ചാൻസ്. ഓക്കെ, അപ്പം വിൻ റേറ്റ് കൂടുതലാണ് ഈ ഒരു എൻട്രിക്ക് നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു സപ്ലൈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് കൂടുതൽ ചാൻസ് താഴോട്ട് ഇറങ്ങി വരാനാണ്. അപ്പോൾ ഇവിടെ അക്യുമുലേഷനും മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു നെക്സ്റ്റ് ഒരു GBP JPYയുടെ ഓക്കെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് 4 hour ഈ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് കാണാം. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും കാണാം. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പം ഈ രണ്ട് സപ്ലൈ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് മാർക്കറ്റ് ബുള്ളിഷ് സൈഡിലോട്ട് പോകാനാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതൊരു 30 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് കിട്ടി. ഓക്കെ, ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, ഒരു മാനിപ്പുലേഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് മോർ ചാൻസ് ബുള്ളിഷ് സൈഡിലോട്ട് പോകാനാണ്. അതുകൊണ്ട് നമ്മൾ 4 hour നിന്ന് 30 മിനിറ്റിലോട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു കൺസോളിഡേഷൻ റേഞ്ച് കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാനിപ്പുലേഷനാണ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ഒരു റേഞ്ചിനും അതുപോലെ ഈ ഒരു റേഞ്ചിനും താഴെ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ആ ഒരു പമ്പിങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പമ്പിങ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴോട്ട് പോകില്ല. അപ്പോൾ മാർക്കറ്റിന് ബയേഴ്സാണ് കൂടുതലും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു റെഫറൻസ് പോയിന്റ് കിട്ടി. അങ്ങനെ നമുക്ക് റെഫറൻസ് പോയിന്റ് കിട്ടിയെങ്കിൽ ഓക്കെ, ഇതൊരു മാനിപ്പുലേഷൻ റേഞ്ചായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ഇതുപോലെ പോകും. അപ്പം ഇതാണ് ഈ ഒരു AMD കൺസെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അക്യുമുലേഷനായി, മാനിപ്പുലേഷനായി, ഡിസ്ട്രിബ്യൂഷനായി. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യം നോക്കി. എന്താണ്, ഹയർ ടൈം ഫ്രെയിം നോക്കി, അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു 30 മിനിറ്റിലോട്ട് നോക്കി. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള ആ ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റി. അല്ലാണ്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് എൻട്രി എടുക്കാൻ നിന്നാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഒരു റീടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുകയാണ്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ കാണാം. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ ദെൻ മാർക്കറ്റ് എന്താണ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, അതായത് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് മുകളിലോട്ടാണ്. അതുകൊണ്ട് ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ഓർഡർ ബ്ലോക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചധികം കാര്യങ്ങളൂടി നോക്കേണ്ടതുണ്ട്. മാർക്കറ്റിൻ്റെ ആ ഒരു വോളറ്റൈലിറ്റിയും ലിക്വിഡിറ്റിയും മാർക്കറ്റ് ബിഹേവിയർ നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് പല കറൻസി പെയേഴ്സിനും പല രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്ത് കാണാം, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ, അതായത് ഇവിടെ എൻട്രി നഷ്ടപ്പെട്ടാൽ ഇവിടെ ഒരു റീ എൻട്രി ഉണ്ട്, അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു EUR/USD ഒരു 50 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഏഷ്യൻ സെഷൻ എടുക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു ഏഷ്യൻ സെഷൻ എടുക്കുമ്പോൾ ആ ഒരു ഏഷ്യൻ സെഷൻ ഈ മാർക്കറ്റ് ഇവിടെ കൺസോളിഡേഷനായിട്ട് മൂവ് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാം. അങ്ങനെ മാർക്കറ്റ് ഒരു ഏഷ്യൻ സെഷൻ ഈ മാർക്കറ്റ് കൺസോളിഡേഷനായിട്ട് മൂവ് ചെയ്താൽ നമ്മളിവിടെ കുറച്ചധികം കാര്യങ്ങൾ നോക്കണം. ആ ഒരു ഏഷ്യൻ സെഷൻ്റെ ഹൈയും ലോയും നോക്കണം. ഓക്കെ, അതായത് നമ്മൾ ഏഷ്യൻ സെഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ലണ്ടൻ സെഷനാണ്. ഓക്കെ, ആ ലണ്ടൻ സെഷനിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഏഷ്യയുടെ ഹൈയ മാർക്കറ്റ് ഇവിടെ എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹൈയ മാർക്കറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്, അവിടെ എന്താണ് മെയിനായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു
മാനിപ്പുലേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചായിട്ടും എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഏഷ്യൻ സെഷൻ അതുപോലെ ലണ്ടൻ സെഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ, സെഷൻ അനുസരിച്ച് മാർക്കറ്റിനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ലണ്ടൻ സെഷനിലാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നത്. ഞാൻ ബിഗിനർ ട്രേഡേഴ്സിന് വേണ്ടി പറഞ്ഞു തരും. ഓക്കെ, ആ ഒരു ലണ്ടൻ സെഷനിലാണ് മാർക്കറ്റ് അത്രയും അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഒരു ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരു ഏഷ്യൻ സെഷൻ ഈ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് കാണിച്ചാൽ, ഓക്കെ, അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് കാണിച്ചാൽ ആ ഒരു ഏഷ്യയുടെ ഹൈയും ലോയും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ അറിയാം എന്താണ് AMD, അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് പവർ ഓഫ് 3 എന്താണെന്നറിയാം. പവർ ഓഫ് 3യുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏഷ്യൻ ഹൈയെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് ഏഷ്യൻ ഹൈയും ഏഷ്യൻ ലോയും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഏഷ്യയുടെ ഹൈയെ, അതായത് ഏഷ്യൻ ഹൈയുടെ മുകളിൽ അത്രയ്ക്കും ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിലൂടെ എടുക്കുക. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു മാനിപ്പുലേഷൻ ഫേസ് കാണിക്കും. ഓക്കെ, അങ്ങനെ മാനിപ്പുലേഷൻ ഫേസ് കാണിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു ഏഷ്യൻ ഹൈക്ക് താഴെ മാർക്കറ്റ്, അതായത് ഈ ഒരു ഏഷ്യൻ ഹൈ എടുത്ത് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോകുമ്പോൾ, അതായത് ആ ഒരു മാനിപ്പുലേഷൻ ഫേസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞു തന്ന ഈ ഒരു ചാർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയി എന്നാണ് വിശ്വാസം. നമ്മളിനി നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു റീടെസ്റ്റിൻ്റെ കാര്യം. ഓക്കെ, അതായത് മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ നെക്സ്റ്റ് ആ ഒരു എൻട്രി ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റീ എൻട്രി കിട്ടും. അത് എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണമെന്ന് ഇല്ല. കാര്യം ചിലപ്പോൾ ഇതിനേയും കാട്ടി അഗ്രസീവായിട്ട് മാർക്കറ്റ്, ഇപ്പം ബിയറിഷ് സിനാരിയോയിലാണെങ്കിൽ അത്രയും അഗ്രസീവായിട്ട് മാർക്കറ്റ് ഇറങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പം മാർക്കറ്റിനെ നോക്കിക്കാണുക, ആ രീതിയിൽ വാച്ച് ചെയ്യുക. ഓക്കെ, പിന്നീട് ഞാൻ ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളെങ്ങനെ ആ ഒരു ടാർഗറ്റ് എടുക്കുന്നതും എന്നും പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബിയറിഷ് ഹയർ ടൈം ഫ്രെയിമിൽ, ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ, ഓക്കെ, ഈ ഒരു അക്യുമുലേഷനും മാനിപ്പുലേഷനും ഡിസ്ട്രിബ്യൂഷനും, ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു അക്യുമുലേഷൻ ഫേസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഈക്വൽ ലോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഒരു അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മാർക്കറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഒരു കറക്റ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത്, ഇപ്പം ബിഗിനർ ട്രേഡേഴ്സിനോട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, മാർക്കറ്റ് കറക്റ്റ് ആ ഒരു റേഞ്ചിനകത്ത് ഇങ്ങനെ കളിക്കത്തില്ല. മാർക്കറ്റ് ഒരു ചെറിയതായിട്ട് ഈ ഒരു, എന്നാൽ കൺസോളിഡേഷനാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം ആ രീതിയിൽ മാർക്കറ്റിനെ നോക്കുക. ഓക്കെ, ആ ഒരു ഈക്വൽ ലോ എവിടെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഈക്വൽ ഹൈ എവിടെയാണെന്ന് നോക്കുക. ദെൻ മാനിപ്പുലേഷൻ കറക്റ്റായിട്ട് നോക്കുക, ആ ഒരു ലിക്വിഡിറ്റി റൺ നോക്കുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എവിടം വരെ ടാർഗറ്റ് പോകും എന്നുള്ള ഒരു സംശയം കൂടി നിങ്ങൾക്കൊക്കെ കാണും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി റേഞ്ച്, അതായത് അടുത്ത ഒരു സപ്ലൈ, ഒരു ഡിമാൻഡ് ലെവൽ, ആ രീതി നമുക്ക് നോക്കാം. ഒരു നെക്സ്റ്റ് ഒരു സ്വിങ് ലോ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ആ രീതിയിലെല്ലാം നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അതെല്ലാം ഓരോരുത്തരും മൈൻഡ് സെറ്റ് പോലാണ്. ഓക്കെ, ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ചില എൻട്രികളിലൊക്കെ ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെ എവിടം വരെ ഏത് രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് പവർ ഓഫ് 3 നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം പവർ ഓഫ് 3 എന്നുള്ള ആ ഒരു പേര് മാത്രമല്ല, ആ ഒരു എൻട്രിയിലും അത്രയധികം പവർ ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു എൻട്രിയാണ്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുക. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ തന്നെ നോക്കാതെ അതിന് മുകളിൽ എന്തെങ്കിലും സെറ്റപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൂടി വാച്ച് ചെയ്യുക. ഓക്കെ, ഒരു സപ്ലൈ ഡിമാൻഡ് ഏരിയയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് കിട്ടും. മാർക്കറ്റ് ഇറങ്ങി വരും, അല്ലെങ്കിൽ മാർക്കറ്റ് കയറിപ്പോകും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. നമുക്ക് നമ്മളെ ടാർഗറ്റ് ക്ലിയർ ആയിട്ട് വെക്കാം. ഓക്കെ, 1, 2, 3 ട്രേഡ്സൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം. ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉപയോഗിച്ച് തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ടാർഗറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്തായാലും മാർക്കറ്റ് ഇങ്ങനെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ആ രീതിയിൽ മാർക്കറ്റിനെ നോക്കുക. ഓക്കെ, ആദ്യം മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, ലൈവ് മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ദെൻ ഡെമോ ട്രേഡ്സ് എടുക്കുക, ദെൻ ലോട്ടുകൾ കുറച്ചെടുക്കുക, ദെൻ ഹെവി ലോട്ടിൽ ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട്
ആ രീതിയിലോട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.